പെൻറ്റക്കോസ്റ്റ്. പെന്തക്കോസ്റ്റ് എന്ന് പറയുമ്പോഴേ പെൻറ്റ മീൻസ് 50 ദിവസം. എന്ത് 50 ദിവസം? ക്രിസ്തുവിൻ്റെ ഉയർപ്പ് കഴിഞ്ഞിട്ട് 50 ദിവസം പെന്തക്കോസ്റ്റ്, അതെങ്കിൽ ആദിഫലത്തിൻ്റെ ദിവസമായിട്ടാണ് നമ്മൾ വേദപുസ്തകത്തിൽ പഠിക്കുന്നത്. ആദിഫലം പഴയ നിയമത്തിൽ ആദിഫലം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പുതിയ നിയമത്തിൽ ആദിജാതനായ യേശു ക്രിസ്തു ക്രൂശുമരണം കഴിഞ്ഞിട്ട് തൻ്റെ പരിശുദ്ധാത്മാവിനെ ഭൂമിയിലേക്ക് അയച്ചു തരുന്ന ദിവസമായിട്ടാണ് പെന്തക്കോസ്റ്റ് ദിവസം ആചരിക്കുന്നത്. പെന്തക്കോസ്റ്റ് എന്ന് പറയുമ്പോൾ വളരെ ആഹ്ലാദത്തോടുകൂടി, വളരെ ആകാംക്ഷയോടുകൂടി, സന്തോഷത്തോടുകൂടി സ്വർഗത്തിലെ അപ്പച്ചൻ നമുക്ക് വേണ്ടി തൻ്റെ വരങ്ങളെ, അതായത് താൻ നിയോഗിച്ചയച്ച തൻ്റെ ആത്മാവിന്, ഏറ്റവും വലിയ പ്രസൻ്റ് അതാണല്ലോ, തൻ്റെ ആത്മാവിനെ നമ്മളിലേക്ക് പകരുകയാണ്. എത്ര പേർക്ക് ഇത് അറിയാമെന്നുള്ളതാണ്? എന്താണ് നമ്മൾ പെന്തക്കോസ്റ്റ് 50 ദിവസത്തെ നോയമ്പ് കഴിഞ്ഞതോടുകൂടി എല്ലാം തീർന്നു എന്ന് വിചാരിച്ച് ഇനി ഒരു നോയമ്പോ? അതല്ല, ഇതിനിവിടെ നോയമ്പല്ല, കാത്തിരിക്കുകയാണ്. പ്രതീക്ഷയോടെ ഞാൻ കാത്തിരിക്കുകയാണ്. അത് നമ്മൾ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, നമ്മുടെ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യമാർ ദൂരെ എവിടെയെങ്കിലും പോയിരിക്കുകയാണ്, അവർ തിരിച്ചു വരുമെന്ന് പറയാം, അല്ലെ മക്കൾ അവർ തിരിച്ചു വരുമെന്ന് പറഞ്ഞാൽ അവർ രാവിലെ തൊട്ട് വൈകിട്ടേ വരത്തുള്ളെന്ന് പറഞ്ഞാൽ പോലും നേരം വെളുക്കുമ്പം തൊട്ട് അവർക്ക് വേണ്ടി എന്തെല്ലാം നമ്മൾ ഉണ്ടാക്കും. അത് കഴിഞ്ഞ് അവർ വരുന്നുടനെ അവർ വരുന്നത് നോക്കിയിരിക്കും. പണ്ട് ടെലിഫോൺ ഇല്ലാത്തപ്പം അവരെപ്പോഴാണ് വരുന്നതെന്ന് അറിയത്തില്ല, പക്ഷേ ഭക്ഷണം എപ്പോഴും റെഡിയാണ് ഭവനത്തിൽ. ഇന്നിപ്പം വിളിച്ചു പറയുന്നത് കൊണ്ട് നമുക്കറിയാൻ എന്നാൽ ഭവനം മുഴുവനും നമ്മൾ അവർക്ക് വേണ്ടി ഒരുക്കിയെടുക്കും. അതുപോലെ ഒരു ഒരുക്കം പരിശുദ്ധാത്മാവിൻ്റെ വരവിന് വേണ്ടി നമ്മൾ ചെയ്യുന്നുണ്ട്. ഒരുക്കം എന്ന് പറയുമ്പം ഹൃദയമാണ് ഇവിടെ ഒരുക്കേണ്ടത്. എൻ്റെ ഹൃദയത്തിനകത്ത് ചപ്പും ചവറും, അതായത് ഇടയ്ക്കിടയ്ക്ക് വീട് ക്ലീൻ ചെയ്യുന്നത് പോലെ നമ്മുടെ ഹൃദയം ഒന്ന് ക്ലീൻ ചെയ്യണം. ഓൾ ഗാർബേജസ്, എല്ലാ അഴുക്ക് സാധനം അകത്തുനിന്ന് പുറത്തു പോകണം. ഈ അതിവിശുദ്ധനായ ദൈവത്തിൻ്റെ അതിവിശുദ്ധമായ പരിശുദ്ധാത്മാവ് എന്നിൽ ഉള്ളിൽ വന്ന് വസിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു എങ്കിൽ ദൈവം തമ്പുരാൻ അയക്കുന്ന പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ ഉണ്ട്. കാരണം പെന്തക്കോസ്തി അന്ന് തൊട്ട്, അതായത് ഇപ്പം നമ്മൾ അപ്പോസ്തല പ്രവൃത്തി പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞു, പക്ഷെ പലരിൽ ഈ പരിശുദ്ധാത്മാവ് ജീവനില്ല, ഡോർമെൻ്റ് എന്ന് പറയും. ഉണ്ട്. കാരണം പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് എന്നേക്കുമായിട്ട് കൃപായുഗത്തിൽ നിൽക്കുകയാണ്. സർവ്വവ്യാപിയായ പരിശുദ്ധാത്മാവ് ഇവിടെയുണ്ട്. പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് വരും, ക്രിയ ചെയ്യും, തിരിച്ചു പോകുക. ഡിഫറൻസ് ഉണ്ട്, വലിയ ഡിഫറൻസാണിത്. അപ്പോൾ ആ ഒരു വലിയ ഉന്നത പദവിയിലേക്ക്, അതായത് ഞാനാകുന്ന മൺപാത്രത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, നേരത്തെ കർത്താവ് പറഞ്ഞു, ലൂക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ 24 പറഞ്ഞു, ഞാൻ ഭൂതമല്ല. കാരണം ഭൂതത്തിന് ശരീരമില്ലല്ലോ. അപ്പോൾ ഈ ഭൂതത്തിനും ആത്മാവിനും ശരീരമില്ല. അപ്പോൾ ഈ ആത്മാവ് ശരീരമെടുത്ത് വരണമെങ്കിൽ നമ്മളെ കൊടുക്കണം, എന്നെ തന്നെ സമർപ്പിക്കണം. അപ്പോൾ പരിശുദ്ധാത്മാവിന് വസിക്കാൻ ആലയം ആവശ്യമുണ്ട്. ആലയം എന്ന് പറയുമ്പോൾ കാണുന്ന ചർച്ചോ ബിൽഡിങ്ങുകളല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ആലയം എന്ന് ദൈവം ഉദ്ദേശിക്കുന്നത് നമ്മുടെ ശരീരമാണ്. അപ്പോൾ നമുക്ക് വായിച്ചു നോക്കാം. ആ ബേസിസിലാണ് ഇപ്പോഴെടുക്കുന്നത്. പെന്തക്കോസ്തിൽ അപ്പോസ്തല പ്രവൃത്തികളുടെ ആദ്യ ഭാഗത്ത് വായിക്കുകയാണ്. തെയോഫിലോസെ, ഞാൻ എഴുതിയ ഒന്നാമത്തെ ചരിത്രം യേശു തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർക്ക് പരിശുദ്ധാത്മാവിനാൽ കൽപ്പന കൊടുത്തിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ അവൻ ചെയ്തു ഉപദേശിച്ചു തുടങ്ങിയ സകലത്തെയും കുറിച്ച് ആയിരുന്നുവല്ലോ. പൗലോസ് പറയാണ്, ക്രിസ്തു എന്തൊക്കെ ഭൂമിയിൽ ചെയ്തെന്നുള്ളതാണല്ലോ ആദ്യത്തെ ഞാൻ എഴുതിയിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഞാൻ എഴുതാൻ പോകുന്നത് പുതിയ കാര്യങ്ങളാണ്. ഇവിടെ എഴുതാൻ പോകുന്നത് ദൈവം ചെയ്യേണ്ടത്, പുത്രൻ തമ്പുരാൻ ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞു. അപ്പം 4-ാം വാക്യമായപ്പോഴത്തേക്ക് അപ്പോസ്തലനായ പൗലോസ് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും. വളരെ നിർബന്ധമാണ്. യോഹന്നാൻ സ്നാപകൻ നേരത്തെ വന്നു, വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു. അതായത് സർപ്പസന്തതികളെ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ കോടാലി വെച്ചിരിക്കുകയാണ്. മാനസാന്തരപ്പെട്ട് തിരിച്ചു വരുവീൻ പറയാവുന്ന മാക്സിമം ഇഫക്റ്റിൽ ഉറക്ക വിളിച്ച മരുഭൂമിയിൽ ഭക്ഷണവും കഴിക്കാതെ കർത്താവേ ദൈവത്തിൻ്റെ മഹാശക്തിയിൽ യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞു. കുറേ പേർക്കൊക്കെ മാനസാന്തരം വന്നു, ബാക്കിയുള്ളവർക്ക് വഴി വെട്ടി തുറന്നേച്ച് യോഹന്നാൻ സ്നാപകൻ പോയി. ഇപ്പോൾ ഈ പരിശുദ്ധാത്മാവ് വരുന്നതിന് വേണ്ടി പുത്രൻ തമ്പുരാൻ തൻ്റെ ആത്മാവിനെ, അതായത് പുത്രൻ തൃത്വത്തിൽ ഒരാളാകുന്ന യേശുവിൻ്റെ ആത്മാവിനെ തന്നെയാണ് പരിശുദ്ധാത്മാവെന്ന് പറയുന്നത്. നമ്മളത് മനസ്സിലാക്കാൻ നമ്മുടെ ശരീരത്തിൽ ദേഹം, ദേഹി, ആത്മാവ് 3 ഘടകമുണ്ട്. ഇതൊരു മൂന്നായിട്ട് തന്നെ പ്രവർത്തിക്കാൻ സാധിക്കും.
പക്ഷെ നമ്മൾ ആത്മാവിൽ നിൽക്കുമ്പോൾ ഇത് ഒന്നിച്ച്. അതുകൊണ്ടാണ് ചിലരകത്ത് നന്മയാണെങ്കിലും പുറത്ത് പ്രവർത്തിക്കുന്ന തിന്മയായിട്ട് വരും. പൗലോസ് പറയുന്നുണ്ടല്ലോ, അതിലേക്ക് കടക്കുന്നില്ല. നമ്മൾ ഇവിടേക്ക് തിരിച്ചു വരുന്നത് ടാറി, അതായത് യെരൂശലേമിൽ തന്നെ ഇരിക്കെ കർത്താവ് ഒരു കാര്യം പറഞ്ഞാൽ അനുസരണം സ്നേഹവും ഐക്യതയും വന്നാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിൽ ഒരു വലിയ വീണ്ടെടുപ്പ് അല്ലെങ്കിൽ ഒരു പ്രവൃത്തി ഉണ്ടാകും. പക്ഷെ നമുക്ക് ഐക്യതയില്ല. ഒന്നാമത് കർത്താവ് പറയുന്നത് വിശ്വസിക്കുന്നില്ല, സംശയമാണ്. ഈ സംശയം ഇന്ന് മാറിയിട്ട് എന്നോട് കർത്താവ് പറഞ്ഞു ഇവിടെ ഇരിക്കാൻ പറഞ്ഞു, ഞാൻ ഇരിക്കാൻ പോവാണ്. എന്താ കർത്താവ്, ഞാൻ യോഹന്നാൻ സ്നാനം കഴിപ്പിച്ചത് വെള്ളം കൊണ്ടാണെങ്കിൽ നിങ്ങൾക്കോ ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും. അപ്പോൾ എങ്ങനെ സ്നാനം ആവശ്യമുള്ള? പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും സ്നാനം കഴിപ്പിക്കണമെന്നാണ് ഇപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് ഇവിടെ. അങ്ങനെ ദൈവം പറഞ്ഞു കഴിഞ്ഞിട്ട് അവരൊരുമിച്ച് കൂടുന്നപ്പോൾ അവനോട്, കർത്താവേ, നീ ഇസ്രായേലിന് ഈ കാലത്തിൽ ഒരു രാജ്യം യഥാസ്ഥാനപ്പെടുത്തിക്കൊണ്ടെന്ന് വെച്ചു. അവൻ അവരോട്, പിതാവ് തൻ്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. അപ്പോൾ വളരെ നമുക്ക് ഈ നമ്മളുടെയൊക്കെ തലമുറകൾക്ക്, പ്രത്യേകിച്ച് യങ്ങർ ജനറേഷൻ, ഉടനടി സംഗതി ശരിയല്ലെങ്കിൽ അവർക്ക് പ്രശ്നമാണ്. ദൈവം ഉടനെ ചെയ്തു കൊടുത്തില്ലെങ്കിൽ ദൈവം ഇല്ല എന്ന് പറയും. നമ്മളുമൊക്കെ ചെറുപ്പത്തിൽ എങ്ങനെയാണ്, ഈ ദൈവത്തെ വിളിച്ചിട്ട് അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ ഞാനിങ്ങനെ പറയുന്ന മക്കളോട് തന്നെ തിരിച്ചു പറയും, അല്ല നിങ്ങൾക്ക് ഈ ദൈവത്തെക്കാട്ടി വേറെ വല്ലവരെ അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാം. അതിനോട് നമ്മളൊന്ന് നോക്കാം. അവർക്ക് പറയാനില്ലല്ലോ. അവരുടെ ഈ സ്പീഡി, അതായത് ഇമ്മീഡിയറ്റ് ആയിട്ട് എല്ലാം കിട്ടണം എന്നുള്ള ആഗ്രഹത്തിൽ കിട്ടിയില്ല എങ്കിൽ ദൈവത്തെ പഴി പറയുന്നതിന് പകരം എന്നിൽ എന്തോ ബലഹീനത അല്ലെങ്കിൽ ദൈവം അത് തരാത്തതാണ്, അത് ആവശ്യമുള്ള സമയമായില്ല എന്ന് ചിന്തിച്ച് അവൻ്റെ കാലത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാനുള്ള ബുദ്ധി വരണമെങ്കിൽ പരിശുദ്ധാത്മാവ് വരണം. അപ്പോൾ ആദ്യമേ നമുക്ക് അമ്മമാർക്ക് ചെയ്യാവുന്ന അപ്പന്മാർക്കും ചെയ്യുന്നത് മക്കളിലേക്ക് പരിശുദ്ധാത്മാവിനെ നിരന്തരം പറഞ്ഞുകൊണ്ട് അയച്ചുകൊണ്ടേയിരിക്കുക. ഈ പരിശുദ്ധാത്മാവ് സർവ്വവ്യാപിയാണല്ലോ. അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് ഉള്ളിൽ കയറാതിരിപ്പിക്കുന്നത് പിശാചാണെന്ന് ഓർക്കണം. ഇവിടെ ഒരു യുദ്ധമുണ്ട്, ഒരു വലിയ യുദ്ധമാണ്. എന്നാൽ അമ്മയപ്പന്മാർ നിരന്തരം മക്കളെ അനുഗ്രഹിക്കുകയും ഭർത്താവിനെ അനുഗ്രഹിക്കുകയും ഭർത്താവ് ഭാര്യയെ അനുഗ്രഹിക്കുകയും ചെയ്തുകൊണ്ട് പുറത്തെയുള്ള ഈ ശത്രുവിനെ അഴിച്ചു മാറ്റാൻ ഉള്ളിൽ പരിശുദ്ധാത്മാവ് തന്നെ കടന്നു വരണം. അപ്പോൾ ടാരി ഇൻ ജെറുസലേം അൺടിൽ യു റിസീവ് പവർ ഫ്രം എബവ്, അതായത് യെരൂശലേമിൽ തന്നെ ഇരിക്കാൻ പറയുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ 8 പറയുന്നത്, ഭർത്താവ് കാലമൊക്കെ യേശു പോലും പറയുന്നത് ഞാനല്ല, പിതാവാ തീരുമാനിക്കും. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ, പരിശുദ്ധാത്മാവ് വരുമ്പോൾ, അപ്പോൾ പരിശുദ്ധാത്മാവ് അന്നേരം റിലീസ് ചെയ്തിട്ടില്ലെന്നല്ലേ അതിൻ്റെ അർത്ഥം. നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയയിലെല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. എന്താണ്? പരിശുദ്ധാത്മാവ് മുകളിൽ നിന്ന് എൻ്റെ മേലേക്ക് വരുമ്പോൾ, നമ്മൾ പരിശുദ്ധാത്മാവിൽ നിറയുമ്പോൾ, എന്നിലുള്ള പരിശുദ്ധ പ്രാവിൻ്റെ ശക്തി വലുതാകുമ്പം, ഞാൻ പറഞ്ഞില്ല ഡോർമെൻ്റായിട്ടിരിക്കുന്ന പ്രാവാണ്, ഭക്ഷണം കൊടുക്കാതെ അവിടെ ഇരിക്കുക. ഇത് ഞാൻ ഈ വചനം പറയുമ്പോൾ അത് ജീവൻ വെപ്പിക്കുന്നുണ്ട്. പരിശുദ്ധാത്മ ചിലപ്പോൾ ഞാനിങ്ങനെ ഒരു പ്രാവശ്യം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ക്ലിയറായിട്ട് എൻ്റെ മുമ്പിൽ പരിശുദ്ധ പ്രാവ് ഇങ്ങനെ ഇങ്ങോട്ട് വന്ന് ചിറ ഇങ്ങനെ അട്ടിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത്ര ശക്തിയായിട്ട്. അത് നമ്മൾ സാധാരണ ചിറകടിക്കാൻ സമ്മതിക്കത്തില്ല. പക്ഷെ നമ്മൾ വചനത്തിൽ ഇങ്ങനെ വചനത്തിൽ ഇങ്ങനെ മെഡിറ്റേറ്റ് ചെയ്യുമ്പം പരിശുദ്ധാത്മാവ് ശക്തി പ്രാപിക്കും. ഭക്ഷണം കൊടുക്കാത്ത ഒരു പ്രാവിനെ, ഭക്ഷണം കൊടുക്കാത്ത ഒരു ആത്മാവിനെ കണ്ട് നമുക്കറിയാം അത് തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ എൻ്റെ ജോലി എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ ശക്തി ഇല്ലാതെ നിങ്ങളെങ്ങും പോകരുത്. ശക്തി ലഭിക്കുന്ന എന്തിനാണെന്ന് വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു. ശക്തി ലഭിക്കുന്ന എൻ്റെ സാക്ഷികളാകാൻ. ആരുടെ? അതായത് ആ പരിശുദ്ധാത്മാവാകുന്ന ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ വരുമ്പം എൻ്റെ ശരീരത്തിൻ്റെ രൂപമെടുക്കുന്നു. കാരണം ഒരു ശരീരം വേണമല്ലോ. ഈ മൺപാത്രത്തിനകത്ത് വസിക്കുന്ന എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ദിനംപ്രതി പ്രാർത്ഥിക്കാൻ ആത്മാവിൽ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് കാണാം എത്ര ദുഷ്ടശക്തികളാണ് നമ്മുടെ ഈ ശരീരത്തിനകത്ത് ഉൾക്കൊള്ളുന്നതെന്ന്. ഈ എവിടുന്ന് കയറി വരുന്നതെന്ന് അറിയത്തില്ല. വല്ലവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കാം, വെള്ളത്തിൻ്റെ വേണ്ടാത്ത സ്ഥലത്ത് നമ്മൾ കാല് ചവിട്ടിയായിരിക്കാം. കാരണം നമ്മളൊരു കണ്ടക്റ്റിംഗ് എലമെൻറ്റ് പോലെ നമ്മളെ കാണുന്നത്. എവിടെയെല്ലാം ഉണ്ടോ അതെല്ലാം അബ്സോർവ് ചെയ്യാണ്.
അപ്പം നമ്മൾ ദിനംപ്രതി അവൻ്റെ അടുക്കലിരുന്ന് ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കണം, നിർബന്ധമുള്ള കാര്യമാണ്. ശക്തി ലഭിക്കാതെ സുവിശേഷം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഈ ശക്തി എന്ന് പറയുമ്പം ചിലർ തുള്ളി ബഹളം വെച്ച് പറയും, ഞാൻ ആ ഉദ്ദേശമല്ല പറഞ്ഞു. ശക്തി എന്ന് പറഞ്ഞാൽ എൻ്റെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിന് ശക്തി, ഹെവിനെസ്, വെയിറ്റ് വന്നിട്ട് പിന്നെ പറയുന്ന പരിശുദ്ധാത്മാവാണ് എങ്കിൽ അത് പിന്നെ അത് ചെന്ന് കൊള്ളൻ്റെ അടുത്ത് ചെന്ന് കൊണ്ടിട്ട് വാളുപോലെ, അത് ഇരുവാട്ടിലുള്ള വാളുപോലെ ചെന്ന് കൊണ്ടിട്ട് അത് പ്രവർത്തിച്ചിട്ടല്ലാതെ തിരിച്ചു വരത്തില്ല. അയച്ച വചനം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ അയച്ചത്. അപ്പോൾ എത്ര മാത്രം ഞാനും നിങ്ങളും ആത്മാവിനെ കൊണ്ട് നിറയ്ക്കണം. പ്രായമുള്ളവരോട് ഞാൻ പറയുകയാണ്, ഇറ്റ്സ് നോട്ട് വലിയ ഡിഫിക്കൽട്ട് അല്ല, ഇത് വലിയ പാടല്ലെന്നേ, ഇത് സാധിക്കും. നമ്മൾ എഴുന്നേൽക്കുമ്പോഴും കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ ദൈവത്തിൻ്റെ ആത്മാവിനെ കൊണ്ട് നിറയ്ക്കണം. ചില ദിവസങ്ങളിലൊക്കെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഞാൻ പറയും, കർത്താവേ, നിൻ്റെ സ്നേഹം എന്നിലേക്ക് ഇട്ടു തരുന്നില്ല എങ്കിൽ എനിക്ക് നിന്നോട് സ്നേഹം കുറയുന്നുണ്ട്. ഞാൻ പലപ്പോഴും പറയുന്ന ഒരു പ്രാർത്ഥനയാണത്. ദൈവം ഇട്ടു തരണം. കാരണം വി ഹാവ് നോ ക്ലൂ ദ ലവ് ഓഫ് ഗോഡ്. എന്താണ് ദൈവത്തിൻ്റെ സ്നേഹം എന്ന് നിങ്ങൾക്കും അറിഞ്ഞുകൂടാ സത്യത്തിൽ. അത് ഈ ലോകത്തിൽ, ഈ ഫോളൻ വേൾഡിൽ ജീവിക്കുമ്പോൾ പാടാണ് മനസ്സിലാക്കാൻ. ഒരു വ്യക്തിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളത് എങ്ങനെ പരിഹരിച്ചു കൊടുക്കണം. കർത്താവിൻ്റെ പരിശുദ്ധാത്മാ പറയുന്നു, ടാരി, വെയിറ്റ്. എന്തിന്? ശക്തി ലഭിക്കണം. എന്തിന്? എൻ്റെ സാക്ഷികൾ എവിടെയെല്ലാം, യെരൂശലേമിൽ ആദ്യം തുടങ്ങുന്ന യെരൂശലേം എവിടെ തുടങ്ങിയോ, യെരൂശലേം, യഹൂദ്യ, എല്ലായിടവും, ശമരിയയിൽ, പിന്നെ ഭൂമിയുടെ അറ്റത്തോളം പടരണം. ഇത് പറഞ്ഞ ശേഷം അവർ കാൺകെ അവർ ആരോഹണം ചെയ്തു. ഒരു മേഘം അവനെ മൂടി, അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞു. അവർ പോകുന്നേരം അവർ ആകാശത്തിലേക്ക് ഉറ്റുനോക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ അവരുടെ അടുക്കൽ നിന്ന്, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നതിനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും. തീർച്ചയായും ചില സത്യങ്ങളാണ് നമ്മുടെ മനസ്സിലോട്ട് വരുന്നത്. ഈ സ്വർഗാരോഹണം ഞാൻ കണ്ടു, എൻ്റെ മനസ്സുകൊണ്ട് നമ്മളിപ്പം കാണുകയാണ്. ദൈവം തമ്പുരാൻ അന്ന് പുത്രൻ തമ്പുരാൻ സ്വർഗത്തിലേക്ക് കയറിപ്പോന്നു. അച്ഛൻ പറഞ്ഞ് തീർത്തും വരും. ഇപ്പോൾ 2 കാര്യം നമ്മൾ ചിന്തിക്കണം. ഒന്നാമത്, ഉടനടി അവൻ്റെ പരിശുദ്ധാത്മാവിനെ തരും. 2, ജഡത്തിൽ തന്നെ അവൻ്റെ മരണത്തിന് വേണ്ടി തിരിച്ചു വരും. അപ്പം നമുക്ക് അതിൻ്റെ ഡേറ്റ് അറിയത്തില്ല, പക്ഷെ പരിശുദ്ധാത്മാവ് വന്ന് നമുക്കറിയാം. പെന്തക്കോസ്തി ദിവസത്തിൽ, പിന്നെ ഒരു 10 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് പെന്തക്കോസ്തി ദിവസത്തിൽ ആദിഫലത്തിൻ്റെ ദിവസത്തിൽ ആദിജാതനായ സ്വന്തം പുത്രൻ്റെ ആ സ്വർഗത്തിലുള്ള തിരിച്ചു വരവ് ചെന്നതോടുകൂടി സ്വർഗത്തിലെ 3-മനായ പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് വന്ന് ഇന്ന് ഭൂമി മുഴുവനും വ്യാപിച്ചിരിക്കുകയാണ്. പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ സ്വഭാവം എന്താണെന്നറിയാമോ? വളരെ വളരെ സെൻസിറ്റീവാണ്. അതായത് ഒരു ചെറിയ കല്ലിട്ടാൽ ഈ നല്ല അരിപ്രാക്കൾ അത് പെട്ടെന്ന് പറന്നു പോകും. സാധാരണ കാണുന്നവർ അരിപ്രാക്കൾ, അവർക്ക് പേടിയാണ്. അതുപോലെ തന്നെയാണ് ഒരു ചെറിയ പേടിപ്പേര് വന്ന പരിശുദ്ധാത്മാ പിന്നെ അനങ്ങൂല. വി ഹാവ് ടു ചെറിഷ് ഇറ്റ്. പരിശുദ്ധാത്മാവിനെ നമ്മളങ്ങോട്ട് അധികമായിട്ടങ്ങ് മാനിക്കാൻ പഠിക്കണം. അതൊക്കെ നമ്മുടെ ഓരോ ആക്ഷനിൽ കൂടാണ്. നമ്മൾ വീട് ശുദ്ധീകരിക്കുക, യേശുവരെന്ന് പറയാൻ വീട് ശുദ്ധീകരിക്കുക, ചുറ്റുപാടും ഭക്ഷണം ഉണ്ടാക്കി വെക്കുക. ഇതൊക്കെ അർത്ഥം എന്തുവാ? വി ആർ ആക്ച്വലി ചെറിഷിങ് സംബഡി ഈസ് കമ്മിങ്. അങ്ങനെ തന്നെ ഈ ഒരു ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിന് വേണ്ടി വെയിറ്റ് ചെയ്യും. ദൈവം കടന്നു വരുമ്പോൾ അധിക ശക്തിയോടെ മാറി നിൽക്കുന്ന കുഞ്ഞുങ്ങളെ മാറോട് ചേർത്ത് കൊണ്ടുവരുന്നു. പ്രശ്നങ്ങൾക്ക് പരിഹാരം പാക്കേജ് ചെയ്ത് ഉത്തരവുമായിട്ട് കടന്നു വരുന്നു. എന്ത് പ്രശ്നമാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്? പരിശുദ്ധാത്മാവാണ് നമ്മുടെ കൂടെ വന്ന് പ്രവർത്തിക്കുന്നെങ്കിൽ ആരാ തടസ്സം വെക്കുന്നത്? ആരും നിൽക്കൂല. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധൻ, പരിശുദ്ധൻ, അതിപരിശുദ്ധനായ ദൈവമേ, നിൻ്റെ പരിശുദ്ധാത്മാവിനെ, ആ ഹോളി സ്പിരിറ്റ്, ആ അതിവിശുദ്ധ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് വസിപ്പിക്കുവാൻ, ശരീരമാകുന്ന ഞങ്ങളിലേക്ക് ഉൾക്കൊള്ളുവാൻ പിതാവിന് മനസ്സലിവ് തോന്നി ഞങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നതിന് നന്ദിയോടെ സ്തോത്രം. ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങളെ യഹോവയെ സേവിക്കുമെന്ന് ജോഷുവ പറഞ്ഞതുപോലെ, കർത്താവേ, ജോഷുവ ഒരാൾ നിന്നതിനാൽ അവരും, ജോഷുവയുടെ കുടുംബം തന്നെയല്ല, കൂടെ അനേകരൊന്നിച്ച് നിന്നതുപോലെ ഞങ്ങൾ ഒരാൾ നിന്നാൽ പരിശുദ്ധാത്മാ പ്രവർത്തിക്കും. ഭൂമിയിൽ ആര് നിൽക്കും ഇടിവിൽ ഞങ്ങൾ നിന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, ഈ ദിവസങ്ങളിൽ, ഈ കാത്തിരിപ്പ് ദിവസങ്ങളിൽ നിൻ്റെ ആത്മാവിൻ്റെ തീഷ്ണത ശക്തമായിട്ട് ഞങ്ങളിൽ പകരുവാൻ തക്കവണ്ണം, ഉള്ളിലുള്ള ആത്മാവ് ഡോർമെൻ്റായിട്ടിരിക്കാതെ പറന്നുയർന്ന് കഴുകനെ പോലെ പറക്കാൻ തക്കവണ്ണം
വചനത്തിൽ ആകാംക്ഷയോടും തീഷ്ണതയോടും സ്നേഹത്തോടും കൂടെ വന്നിരുന്ന് വചനം വായിക്കുവാനുള്ള ശക്തി, കൃപ ഇട്ടു കൊടുക്കണമേ. വചനം വായിക്കാതെ മാറി നിൽക്കുന്ന കുഞ്ഞുങ്ങളിൽ ദുഷ്ടശക്തി പ്രവർത്തിക്കുന്നവന് അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധ തീയിറക്കി കരിച്ചു കളഞ്ഞ് കർത്താവിനെ എടുത്തു മാറ്റി വെട്ടി കർത്താവെ അഗാധമായ സമുദ്രത്തിലേക്ക് വലിച്ചെറിഞ്ഞ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്വതന്ത്രമാക്കി, ഞങ്ങളുടെ ഭർത്താക്കന്മാരെ ഭാര്യമാരെ സ്വതന്ത്രമാക്കി കെട്ടുകളെ അഴിച്ചു കർത്താവെ നിൻ്റെ കയ്യിലേക്ക് കൊണ്ടുതരുന്ന പച്ച ഞങ്ങൾ പറഞ്ഞാൽ അത് സംഭവിക്കും. കാരണം നീ പറയുന്നുണ്ടല്ലോ, ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടും, ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിക്കും. ദുഷ്ടൻ്റെ കെട്ടുകളെ അഴിക്കാൻ, പാമ്പിനെയും തേളിനെയും ചവിട്ടുവാൻ നീ അധികാരം തന്നിരിക്കുന്നു. അതേ ശക്തി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ കിടന്ന് കുഞ്ഞുങ്ങളെ ദൈവാത്മാവിൽ നിന്ന് മാറ്റി നിർക്കുന്ന ശത്രുവിനെ കർത്താവിൻ്റെ ഇടിമിന്നൽ യോബി പറഞ്ഞു, എൻ്റെ വലത് കൈയിൽ ഇടിമിന്നലുണ്ട്, അതയച്ച് ദുഷ്ടനെ കരിച്ചു കളഞ്ഞിട്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ നേർവഴിക്ക് തിരിച്ചു വരാൻ തക്കണം. വലിയൊരു ജീവപ്രകാശം അവരുടെ മുമ്പിൽ ചെന്ന് പതിയട്ടെ അപ്പച്ച. നിൻ്റെ പ്രകാശം കണ്ടിട്ട് അവർ നടന്ന് നിൻ്റെ അടുക്കലേക്ക് തിരിച്ചു വന്ന് നിൻ്റെ അങ്കിക്കാത്തവരെ പൊതിഞ്ഞ് നിൻ്റെ മാർവോട് ചേർത്ത് നീ അവരെ കൊണ്ടുവരുന്നത് കണ്ടിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ ഒരു പെന്തക്കോസ്തി ദിവസം കർത്താവേ, ഞങ്ങൾ ആകാംക്ഷയോട് നോക്കിയിരിക്കുന്ന ഈ പരിശുദ്ധാത്മാ പ്രാപ് പോലെ ഞങ്ങളിൽ, ഞങ്ങളുടെ ഭർത്താക്കന്മാരിലും മക്കളിലെ കൊച്ചുമക്കളിലെ ഞങ്ങളുടെ ഭാര്യമാരിലൊക്കെ നീ നിറച്ചു തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഒരു പ്രാർത്ഥന അനേക ഭവനങ്ങളിൽ വെളിച്ചമായിട്ട്, തീയായിട്ട് കർത്താവേ, പ്രകാശമായിട്ട് നിൻ്റെ ഒരു വലിയ ആജ്ഞയായിട്ട് കടന്നു ചെല്ലട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നാഥനയക്കുന്ന പരിശുദ്ധാത്മാവിനെ അതേ ഭൂമിയിൽ അയച്ചു കഴിഞ്ഞപ്പച്ച അധികമായ നിൻ്റെ ശക്തി ഞങ്ങൾക്ക് ലഭിപ്പാൻ, കാത്തിരിക്കാനുള്ള ആത്മാവിന് എല്ലാ സമയം കാത്തിരുന്ന് നിന്നെ പ്രാപിക്കാൻ ഒരു തീഷ്ണതയുള്ള ഒരു പുതുജീവൻ ഞങ്ങളിലേക്ക് ഇട്ടു തരണമേ. കർത്താവേ, എന്നും ഒരേപോലെ ജീവിക്കാതെ ഉയർന്ന തലത്തിലേക്ക്, ഈ മലയുടെ മുകളിലേക്ക്, സിയോൻ്റെ മുകളിലേക്ക് കയറാൻ തക്കവണ്ണം ഞങ്ങളെ ഒന്ന് ബലപ്പെടുത്തണമേ. കാലുകൾക്ക് ബലം തന്നാട്ടപ്പിച്ച നിൻ്റെ ആത്മാവ് ഞങ്ങളെ വഹിക്കുന്നു എങ്കിൽ ഞങ്ങൾ ഭയപ്പെടണ്ടല്ലോ. ഉന്നതങ്ങളിൽ ഉന്നതയിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ അടുക്കലേക്ക് ഇതാ ഞങ്ങൾ കയറി വരുന്ന പിച്ച. നീ ഞങ്ങളെ കൈക്ക് പിടിച്ചിരിക്കും, ഞങ്ങളല്ല നീ ഞങ്ങളെ കൈക്ക് പിടിച്ചിരിക്കുന്നതിന് നിൻ്റെ വിശ്വസ്തത വലുതാകാൻ, അത് തലമുറയായിട്ട് പാസ് ചെയ്യുന്നതിന് ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ട് ഞങ്ങൾക്ക് വേണ്ടി ഓടി വരുന്ന ദൈവത്തിൻ്റെ മഹാശക്തിക്ക് വേണ്ടി കർത്താവിൻ്റെ ആത്മാവിനെ കൊണ്ട് നിറച്ച് ഓവർഫ്ലോ ചെയ്യിപ്പിക്കുന്നതിന് നന്ദിയോടെ സ്തോത്രം. പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ തലമുറകളെ മാനിച്ച് നിൻ്റെ ആത്മാവിൽ നിറയ്ക്കുന്ന അവരെവിടെയായിരുന്നാലും ഈ സമയത്ത് അവിടെ ചെന്ന് കൊള്ളുന്നു. കർത്താവിൻ്റെ പ്രവർത്തനം കണ്ടുകൊണ്ട് അവർ കർത്താവെ സുബോധത്തിൻ്റെ ആത്മാവിൽ, പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹത്തിൽ പ്രാപുതൻ്റെ കയ്യിലിരിക്കുന്ന ആ കർത്താവെ ഒലിവിൻ്റെ ആ ഒരു ചെറിയ ശാഖ തിരിച്ചു കൊണ്ടിരുന്ന പോലെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം തിരിച്ചു വരും. ഞങ്ങളുടെ ഭർത്താക്കന്മാർ ഭാര്യമാർ മാറിപ്പോയിരിക്കുന്നവർ ഐക്യത്തോടെ സ്നേഹത്തോടെ തിരിച്ചു കൊണ്ടുവരിപ്പിക്കുന്ന സ്നേഹത്തിന് ഇതൊക്കെ ചെയ്യുന്നത് നീ മാത്രമാകിയാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.